it's a great joy to share from the Word of God again in the church, because as we learn the Scripture, as we learn more about, as we have more encounters in the presence of the Lord, that cleanses us in a different way. It reveals a new perspective. It gives us a new area where we need to be cleansed in our Christian life. Hallelujah. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചില സാഹചര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളെയൊക്കെ കർത്താവ് വെളിപ്പെടുത്തി അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ തക്കവണ്ണം. So James, it says the word of God is like a mirror. Hallelujah. So it says that we are in the presence of this mirror. We are in front of this mirror to see ourselves and check whether we are okay, whether we are like the blemishless and pure the bride for the Christ, and that he is going to come very soon in these days. Hallelujah. അതാണ് നമ്മുടെ മഹത്വകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയിൽ നാം നിറയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നാം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കർത്താവേ, ഞാൻ ആ വരവിന് എടുക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ എൻ്റെ ഉള്ളിലെ കർത്താവെ പാപപ്രവർത്തികളെ കർത്താവ് ഒന്നുകൂടെ എടുത്ത് മാറ്റിക്കൊണ്ട് കർത്താവെ ക്രിസ്തു എന്ന തലയോളം അനുദിനം വളരുന്ന കർത്താവെ ആ ഒരു മനോഭാവത്തിലേക്ക് കർത്താവെ എന്നെ നടത്തണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നാം ഓരോ ദിവസത്തിലും ഓരോ സമയത്തും നാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. As we are in his presence this morning, as we are learning from the scripture, as we are in front of this scripture this morning, I just want you to be cleansed again and again, because we have to grow every day. Hallelujah. ക്രിസ്തു എന്ന തലയോളം അനുദിനം വളരുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. Hallelujah. As I was praying for a sermon for the past 2 weeks, and the passage that God has given in my heart is a parable, and the parable is from Matthew chapter 25. We are familiar with this passage, and it goes from chapter 25 verses 1 through 13. If someone can read it for me, that will be a great help. Hallelujah. എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ബൈബിൾ ഓപ്പൺ ചെയ്യും. You have to open your Bibles and look through Matthew chapter 25 verses 1 through 13. If someone can read it aloud, that will be a great help. Thank you. Yes. Yes. താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്കു തെളിയിച്ചു. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊടുക്കെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സന്ധ്യയ്ക്ക് ചെന്നു. വാതിലടക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തോൽക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരുന്നു. Okay, thank you. If someone else can read Ephesians chapter 5 verses 25 to 32, that will be also a great help. Ephesians chapter 5 verses 25 to 32. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ കൂടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. Okay, thank you so much. So we are connecting these two passages together, and we will be discussing and we will be learning from the scripture this morning. And Matthew chapter 25 verses 1 through 13 is an excerpt from
Olivet Discourse. That's a parable within the Olivet Discourse. ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച 10 കന്യകമാരുടെ 5 ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരുടെയും പറയുന്ന ആ ഒരു പാസേജ് ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം കാണുന്നതക്കണം ഇടയായിത്തീർന്നിരിക്കുന്നത്. സോ ഹി ഈസ് സിറ്റിംഗ് ഓൺ ദി മൗണ്ട് ഓഫ് ഒലിവ്സ് ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ടു കേൾക്കാമല്ലേ ഓക്കെ ഹി ഈസ് ലുക്കിംഗ് at Jerusalem and he is saying lot of stuffs. If you when you get time, you have to read Matthew chapter 24 and 25 along with Mark chapter 13 and Luke chapter 21 verses 5 through 36. എന്നോട് പറയാം Matthew chapter 24 and 25, Mark chapter 13, Luke chapter 21 verses 5 to 36. So all these passages connects one common thing, that's the Olivet Discourse, or he's preaching just as we had a Sermon on the Mount. This is another parable passage where he is saying a lot of things about the things that are yet to come. ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള വാർണിംഗ്സ് ആയിട്ടാണ് യേശു ഈ പാസേജിലൊക്കെ പറയാൻ തക്കണം ഇടയായിത്തീർന്നിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് 3 different patterns. So first one is a past or near prophecy. It's about the destruction of Jerusalem, the temple in the Jerusalem, and it happened at AD 70. And the second one is a future prophecy. It's about the end of the age. കാലത്തിന്റെ അവസാനത്തെ പറ്റി പറയുന്നു, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പറ്റി പറയുന്നു, and the final judgment. He is speaking about the final judgment and the second coming of Jesus in this Olivet Discourse. And the third thing is Jesus weaves both together, showing a pattern of prophetic fulfillment. So it says that something will be happening very immediately and something else will be happening in the near future. So അന്ന് തന്നെ യേശു പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി കുറച്ച് കാര്യങ്ങൾ നടക്കും, അതോടൊപ്പം തന്നെ നിങ്ങൾ അതിനെ കാണുമ്പോൾ തന്നെ you have to prepare yourself for the second coming of Jesus Christ. Hallelujah. And as he is preaching, as he is disclosing, as he is having this encounter with the disciples and the crowds, he is giving almost like 6 warnings about the within this Olivet Discourse. 6 വിധത്തിലുള്ള വാർണിങ്സും കൂടെ നമുക്ക് നൽകുവാൻ തക്കോണം ഇടയായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന് തീർച്ചയായിട്ടും മത്തായി സുവിശേഷം 24 25 അധ്യായങ്ങൾ വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. The first warning that Jesus gives to us is don't be deceived by the false teachers. നിങ്ങൾ ദുരുപദേശകന്മാരെ കണ്ട് അവരുടെ പിന്നാലെ ചതിക്കപ്പെട്ടു പോകാൻ തക്കോണം ഇടയാകരുത്. അതാണ് ഒന്നാമത്തെ warning. So he is saying about the near future and he is saying that do not be deceived by the false prophets. And the second one, don't panic at wars or disasters. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി പാനിക്കായി പോകാൻ തക്കണം ഇടയാകരുത്. And third warning was don't grow cold in love, endure to the end. നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ തണുത്തു പോകരുത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുക. അതാണ് മൂന്നാമത്തെ വാണിംഗ് യേശു നൽകുന്നത് ഇടയായിട്ടുണ്ട്. ഫോർത്ത് വാണിംഗ് ഈസ് ഡോണ്ട് ലിവ് അൺപ്രിപ്പയർഡ്. ദാറ്റ്സ് ദ പാസേജ് ദാറ്റ് വി ജസ്റ്റ് റെഡ്. കീപ് ലാംപ്സ് ഫുൾ ഓഫ് ഓയിൽ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഡോണ്ട് ബറി യുവർ ടാലൻസ്. ലിവ് ഫെയ്ത്ത്ഫുള്ളി അണ്ടിൽ ഹി കംസ്. നമ്മുടെ താലന്തുകളുണ്ട്, താലന്തുകളുടെ ഉപമയൊക്കെ ഇതിനകത്താണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ദാറ്റ് ജീസസ് ഗിവ്സ് ടു us is that don't ignore the least of these. Serve Christ by serving others. നിങ്ങളുടെ ഏറ്റവും ചെറിയവനെ പോലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. അവനെ നിങ്ങൾ ചേർത്ത് നിർത്തി ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെ പൂർണ്ണമാക്കണം എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ 6 വിധത്തിലുള്ള വാർണിങ്സ് ആണ് യേശു ഈ ഒലിവറ്റ് ഡിസ്കോഴ്സിൻ്റെ 24 മുതൽ 25 വരെയുള്ള 2 അധ്യായങ്ങളിൽ നമ്മോടും പറയുവാൻ തക്കോണം ഇടയായില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ഒലിവറ്റ് ഡിസ്കോഴ്സിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആൻഡ് വി കമ്മിങ് ടു ദിസ് പെർട്ടിക്കുലർ പാസേജ് ചാപ്റ്റർ 25 verses 1 through 17. And after emphasizing all the passion and everything, he's conveying the message that you must be prepared every moment of your Christian life. നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, കർത്തൃമേശ എടുക്കാൻ വേണ്ടി കഴിവുകൾ പ്രാപിക്കുന്നത് പോലെയല്ല, ഓരോ ദിനത്തിലും കർത്താവ് വരുമെന്നുള്ള ബോധ്യത്തിൽ നാം പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യം. We must be prepared that this is our last day. We must be prepared that this is the last day that we have on this earth. We have no guarantee about tomorrow. We don't have guarantee about the next second.
So we must be prepared to meet Christ every single moment of our days. നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിനത്തിലും കർത്താവിനെ എതിരേൽക്കുവാനുള്ള പ്രിപ്പയർഡ്നെസ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ആസ് ഐ വാസ് റീഡിങ് ദിസ് പാസേജ്, ഞാൻ വളരെ ഷോക്ക്ഡ് ആയിപ്പോയി. പല കാര്യങ്ങളും കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചു, ഞാൻ വളരെ ഷോക്ക്ഡ് ആയിപ്പോയി. ബിക്കോസ് are we prepared like the five virgins who were wise enough to carry the oil along with the lamp they carried? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മോനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് just take a moment from the outside and the peripheral things of this world and take a moment to cleanse your heart this morning. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണത്തില്ല. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ എടുക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. So this Bible is given to us as a model for us to change our perspectives, change our character, and to change ourselves to conform to the image of Jesus Christ. ഇത് വായിക്കാതെ, ഇത് ധ്യാനിക്കാതെ സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. Hallelujah. When was the last time? I always ask this question. When was the last time you had an encounter with the word of God? ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പോകുന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മെ വിലക്കിയത് എന്നാണ്? We are in a country where freedom, everything is freedom. But even in this country, even in this culture, if God is withholding you from falling into sin, then you have a spiritual life within yourself. പാപത്തോട് നോ പറയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. പകൽക്കാലം ഈ വചനം നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. We must have daily encounters with the word of God. Hallelujah. If you don't have these encounters with the word of God, we are not cleansing ourselves in the presence of the Lord. Hallelujah. I'm preaching with great burden this morning. I don't want anyone sitting in this church to lose the second coming of Jesus Christ, because I'll be held accountable in his presence. I don't want anyone sitting here, I'm including every single person, even the small kids sitting in here, to be with Christ when he returns. Hallelujah. I don't want to miss anyone. I don't want to miss anyone in this church. Hallelujah. I'm just preaching with great burden this morning. You must not conform yourself to the patterns of this world, but you must conform to the patterns of Christ by transforming, by renewing yourself with the word of God and daily prayer in his presence. Hallelujah. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ ചോദിക്കുകയാണ്, എന്നാണ് അവസാനമായിട്ട് പ്രാർത്ഥിച്ചത്? നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്കും മറ്റ് ഓണം സെലിബ്രേഷൻ എല്ലാത്തിനും പോകാൻ പറ്റും. I'm not saying. But എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്, നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. But when was the last time you spent time with God? We have time to spend with our friends. We have time to spend time for everything else. But do we have time to spend in his presence this morning? When was the last time you had talked to God just as a friend? നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, പേരൻസിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആത്മീയ പിതാവിനോട് സംസാരിച്ചത് ദിവസം എത്രയായി? നാട്ടിൽ നല്ല തീപ്പൊരി ആരാധനയായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ പോയി? പല പേരൻസ് പറയുന്നതാണ്, നാട്ടിലവൻ നല്ല സൂപ്പർ കുഞ്ഞായിരുന്നു മോനെ പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂട്ടുകൂടി. I'm not picking up anyone. If this message is pricking your heart, you must repent in his presence this morning. Hallelujah. I am not about the things that I am preaching. I am including myself as well. As I am preaching this word of God, I was cleansed by God for the past 2 weeks, and I'm cleansing myself as I'm preaching this sermon. I'm not excluding myself from this sermon. I'm including myself and preaching this morning. I just want to see him face to face when he returns. Hallelujah. നമ്മൾ മരിക്കുന്ന ഉടനെ ഒരു ബോധം ഇല്ലെങ്കിൽ, നമുക്ക് അത് കർത്താവിനെ കാണുമെന്നുള്ള ബോധം ഇല്ലെങ്കിൽ ഈ ചർച്ചയിൽ വന്നിരുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്ന് എന്നിട്ട് പാട്ട് പാടുന്നുണ്ട്, യെസ് യു ആർ ഗുഡ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാൻ ഏത് മനുഷ്യനും പറ്റും, അഭിനയിക്കാൻ ഏത് മനുഷ്യനും പറ്റും. Anyone can act before the people, but God sees your heart this morning. Hallelujah. Hallelujah. You must be cleansed to see his face. As a pastor just said this morning, we must understand, we must exalt thy name.
ആ മഹത്വമേറിയ നാമത്തെ നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ അകത്ത് വെച്ചിരിക്കുന്ന സാധനമൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവവചനം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ ഈ ദൈവവചനം മനസ്സിലാക്കണം. We must spend time with the word of God. Hallelujah. I'm including everyone. I'm including myself in this sermon. When was the last time you had an encounter with the word of God? When was the last time you spent time with God? When was the last time you had a quiet time in His presence? We know to speak lot. We have a list. We are praying like this. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ ക്വയറ്റ് ആയിരുന്ന സമയം എപ്പോഴാണ്? When was the last time we were quiet in His presence and He was speaking to you directly through the word of God and by His word? If you are not having that, we will not see Him face to face. നഷ്ടമായി പോകരുത്. നമ്മൾ ഓടിയതും അധ്വാനിച്ചതൊക്കെ വെറുതെ ആയി തീരരുത്. നമ്മൾ പറഞ്ഞ് നമ്മുടെ സീറ്റിലൊക്കെ സ്ട്രാറ്റും കൊണ്ട് നിന്നാണ്. നമ്മൾ പോയില്ലെങ്കിൽ ഈ ആൾക്കാരെ പേടിച്ചെങ്കിലും കർത്താവിനെ ഭയപ്പെട്ടോണം. ഞാൻ അങ്ങ് പറയാം, അത്രയും ഞാൻ അങ്ങ് താഴ്ന്ന് പറയുകയാണ്. ഹല്ലേലൂയ. If you were a witness on the streets, you have a responsibility to keep yourself clean until the end of your days. നമ്മുടെ അവസാനത്തോളം വിശ്വസ്തരായിട്ട് വിശുദ്ധരായി കാത്തു പരിപാലിക്കുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് കടന്നങ്ങ് പറയാണ്, വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഇതിനെക്കാട്ടും നല്ലത്. ഹല്ലേലൂയ. നമ്മളൊരു നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നായ്ക്കോലം കെട്ടി എന്താ ബാക്കിന്ന് ഇനിയും കുറച്ചല്ലേ പറ്റത്തുള്ളൂ. കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത് ഇതുപോലെ അല്ല നമ്മൾ കർത്താവിനെ ഇഷ്ടം, കർത്താവിനെ അംഗീകരിച്ച് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ട്രാൻസ്ഫോം. വി അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ആസ് അവർ പേഴ്സണൽ സേവിയർ by an encounter you had in your heart. And if you are not professing that faith, if you are not keeping that readiness in your heart this morning, you will not see Him face to face. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല കർത്താവിന്റെ വരവ് എന്താന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യുദ്ധശ്രുതികളൊക്കെ നമ്മൾ കേട്ടോ. We are seeing wars and disasters around us. We don't know when He will come back, but we must prepare ourselves to meet Him face to face. അടുത്തൊരു ജനറേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അടുത്ത ജനറേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് എൻ്റെ കാര്യമല്ല. I will keep myself clean and pure in this wicked generation എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ എപ്പോഴും ഭരിച്ചു നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. And this particular passage is not preaching about, it's not saying about people outside the church. It is saying about the people inside the kingdom of God. ഞാൻ അങ്ങനെ പറയുകയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. കണ്ടില്ലടാ കഞ്ചാവ് അടിച്ച്. പക്ഷെ കഞ്ചാവ് അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, ചർച്ചിന് അതിനേക്കാട്ടിലും വലിയ, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് പ്ലീസ്. നമ്മുടെ ഹൃദയം, it speaks about the people who are attending the church. Hallelujah. Church is a hospital. ഇവിടെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കും. കർത്താവിൻ്റെ ആത്മാവ് പല രീതിയിലാണ് എൻകൗണ്ടേഴ്സ് ഒക്കെ നടത്തുന്നത്. And if you're not responding to the medicines, if you're not responding to the word of God, you will not heal yourself. നമ്മൾ മെഡിക്കലിൽ പറയുന്നൊരു കാര്യമുണ്ട്, ബോഡി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദി മെഡിസിൻസ്. പിന്നെ വലിയ ആവശ്യമൊന്നും ഇവനെ കൊണ്ട് വലിയ കൂടി വന്നാൽ 2 ദിവസം ജീവിക്കുക, അല്ലെങ്കിൽ പിന്നെ തട്ടിപ്പോവും. ഇവിടെ പറഞ്ഞ ഓരോ ദൈവവചനവും നമ്മളെ ക്ലെൻസ് ചെയ്യുന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ ഒരു ഇമോഷണൽ ഹൈപ്പ് അല്ല ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് PR കിട്ടുന്നു, വണ്ടി കിട്ടുന്നു ഒന്നും പറയാൻ ദൈവം അതെല്ലാം പ്രൊവൈഡ്. ഗോഡ് വിൽ പ്രൊവൈഡ് ഓൾ ദ നെസസിറ്റീസ് ദാറ്റ് യു നീഡ് ഫോർ ദിസ് ലൈഫ്. ബട്ട് ജസ്റ്റ് ആഫ്റ്റർ റിസീവിങ് എവറിത്തിങ് ആൻഡ് ഇഫ് യു മിസ് ദി ഫൈനൽ ഡേ, വാട്ട്സ് ദ പോയിന്റ് ഓഫ് ലിവിങ് ആസ് എ ക്രിസ്ത്യൻ? Hallelujah. I just want to move on with the word of God. Hallelujah. Leonardo Ravenhill പറഞ്ഞ ഒരു quotation, the opportunity of a lifetime must be seized within the lifetime of the opportunity. Let me say it one more time. The opportunity of a lifetime must be seized within the lifetime of the opportunity. You will not get
extra time. There's an expiry date for the preparedness as well. If you are not prepared, if you are not preparing yourself within that time frame, you will not avail that time when he returns. Hallelujah. And I just want to move on to the first verses in here. First and 2 verses it says, "Then shall the kingdom of heaven be likened unto 10 virgins which took their lamps and went forth to meet the bridegroom. And 5 of them were wise, and the 5 were foolish." Virgins are connected as pure. They are physically pure, they are separated, and they are consecrated for a different purpose. Hallelujah. And it's connected to church. It's a symbol of church, as we read in Ephesians. And we are waiting for the Christ return as virgins. Hallelujah. നാം അവന്റെ സന്നിധിയിൽ അവന്റെ മടങ്ങി വരവിന് വേണ്ടി കന്യകമാരെ പോലെ കാത്തിരിക്കുന്ന ഒരു സമൂഹം തന്നെ ആണ്. Hallelujah. And every Christian is called into this bridal expectancy. എല്ലാവരും ഇവിടെ കർത്താവിന്റെ ഇഷ്ടം കർത്താവുമായി വിളിച്ച എല്ലാവർക്കും ഉള്ളൊരു കോളാണ് ഈ അവനെ മണവാട്ടിയായി നിൽക്കുക എന്നുള്ള. ആർക്കും ഇതിനകത്ത് എക്സ്ക്യൂസസ് ഇല്ല. അതിനകത്ത് വിളമ്പാൻ വേണ്ടിയായിട്ട് കുറച്ച് ആൾക്കാരെ കർത്താവ് റിസീവ് ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ഇഷ്ടം കർത്താവ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നാം അവന്റെ മണവാട്ടി എന്ന പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുകയാണ്. ആൻഡ് ഇൻ ദിസ് സീസൺ വി ആർ വെയിറ്റിംഗ്, we are keeping ourselves clean, and we are watching for the final day of the Lord. Hallelujah. And it says that they all were outwardly pure, but they were not wise. എല്ലാവരും വിർജിൻസ് ആയിരുന്നു, കന്യകമാരായിരുന്നു, പക്ഷെ കുറച്ച് പേർക്ക് ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാര്. So what a contradicting coincidence. എന്തൊരു കോമ്പിനേഷൻ അതല്ലേ. They came to, ഞാൻ പറയാം, എല്ലാവരും ഒരേ ദിവസത്തിൽ രക്ഷിക്കപ്പെട്ടത് അങ്ങനെ വിചാരിക്കാം. All the 10 people, they came to Christ on the same day, but 5 were wise and the other 5 were foolish. They heard the same message, they heard the same call, and they heard the same John 3:16 as well. But the word of God didn't went into deeper into that 5 virgins who were foolish. Hallelujah. And നമ്മളെപ്പോഴും പറയാം, ഔട്ട്വേർഡ് പ്യൂരിറ്റി മാത്രമല്ല ദൈവരാജ്യത്തിനകത്ത് ആവശ്യമുണ്ടായിരിക്കുന്നത്. വി മസ്റ്റ് ഹാവ് വിസ്ഡം ആൻഡ് ഡിസേൺമെന്റ് ടു സീ ഹിം ഫേസ് ടു ഫേസ്. മനസ്സിലാവുന്നുണ്ടോ? ഔട്ട്വേർഡ്ലി നമ്മൾ പ്യുവർ ആണ്. നമ്മൾ ഇപ്പം എന്നെ തന്നെ പറയാം, വെള്ള ഇട്ടു, കറുപ്പ് ബാൻഡ് ഇട്ടു, കറുപ്പ് ഷൂസ് ഇട്ടു, ഞാൻ പിന്നെ താടി വെച്ചിട്ടുണ്ട്, സോറി, മീശ വടിച്ചു, നമ്മൾ ഔട്ട്വേർഡ്ലി വി ആർ പ്യുവർ. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് വിസ്ഡം ടു ഡിസേൺ ദി ടൈംസ്, if you don't have the wisdom to discern the things happening around us and within the church, we are just like the foolish virgins. മനസ്സിലാവുന്നുണ്ടോ? വളരെ സാവധാനത്തിലാണ് പോകുന്നത്. നിങ്ങൾ വചനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സാവധാനത്തിൽ പോകുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഠയന്മാരായി പോയ ആ ബുദ്ധിയില്ലാത്ത ആ വിർജിൻസിനെ പോലെ നാം ആയി പോകാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 22 verse 40 it says, "For many are called, but few are chosen." ചിലരെയൊക്കെ ഉള്ളൂ തിരഞ്ഞെടുത്തു. അത് ആരുടെ കുഴപ്പം? കർത്താവിൻ്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ. So they came to Christ and they covered their life because they don't want to take another step to glorify the name of the Lord. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ എല്ലാവരും അറിഞ്ഞു, പക്ഷെങ്കിൽ അടുത്ത പടിയിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ തന്നെ വിലക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, കന്യകമാര് വിളക്കെടുത്തപ്പം they took a jar of extra oil. മറ്റവർ, ഞാൻ അതിലേക്ക് പിന്നെ വരാം, ഞാൻ ജസ്റ്റ് ഇന്നത്തൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. So are we having this burden in our heart? If you're not having this burden to see him face to face, then we are just like the foolish virgins who were waiting for the coming of the bridegroom. മനസ്സിലാവുന്നുണ്ടോ? ആ മണവാളനെ എതിരേൽക്കാൻ വേണ്ടി വളരെ എക്സ്പെക്ടൻസിയോടെയാണ് കാത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ വിസ്ഡവും ഇല്ല, ജ്ഞാനവും ഇല്ല, വിവേചനാപരവും ഇല്ലാതെ നാം ആയി പോകത്തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ. വേഴ്സ് 3 വരുമ്പോൾ they that were foolish took their lamps and took
no oil with them, but the wise took oil in their vessels with their lamps. So the lamp, it says, the profession of our faith, the outward light that we shine in front of the people. And the oil, it says, the inward reality of the spirit, the character, the holiness and sustaining grace. Hallelujah. If you are looking at if you get a time, just go home and just Google it. The dimensions of that lamp they had in their hands. It's not a big lamp. It's a small lamp. Maybe I just wrote it. Let me check. I think it hold like 100 or 200 mls. Yeah, 30 to 100 mls of oil. The small, നമ്മൾ നാട്ടിൽ പറയാം ചിരാതെന്ന് പറയത്തെ, അങ്ങനല്ലേ പറയുന്നത്? ചെറിയ ദീപാവലിക്കൊക്കെ വെക്കുന്നത് നമ്മൾ നോക്കത്തില്ലായിരിക്കും അല്ലേ? ദീപാവലിക്കൊക്കെ we don't look at the other people who light ദീപാവലി. നമ്മളെല്ലാം കാണുന്നതാണ്. ചെറിയ അറിയാമല്ലോ. So that holds like 30 to 100 ml of oil, and that could stay for at least 3 to 4 hours. And they had an extra jar that could hold at least 300 to 500 ml, and that could let them stay for the entire night. They were not having a reservoir, but they were having a small jar. So we are preparing ourselves for the coming of the Lord. നമ്മുടെ കയ്യിൽ നമ്മൾ എന്തോ കീപ്പ് ചെയ്യുന്നത്? നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ when we see our lifestyle, sometimes we feel like we have a big reservoir and God won't come anytime sooner. കർത്താവ് ഈ കാലത്തൊന്നും വരാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വെച്ചേക്കുന്ന പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഒരു രാത്രി വെളുക്കുന്നത് വരെയുള്ള എണ്ണ മാത്രമേ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ആ റെഡിനെസ്സിൻ്റെ നീഡിനെ പറ്റിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൺവേ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് കരേറി പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ രാത്രിയുടെ പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. സോ ദിസ് ടൈം, that's a short time. If you are not preparing ourselves to have this oil till the morning, then we won't see him face to face. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലൊരു ജാറുണ്ട്. ചില ആൾക്കാർക്ക് ബേർഡനാണ് ഈ ജാറ് കൊണ്ട് നടക്കാൻ വേണ്ടി. It's really hard for many people to hold on to this jar. ചില ആൾക്കാർക്ക് ബൈബിൾ കൊണ്ടുവരുന്നത്, ഞാൻ ആരെയും കുറ്റം പറയും, ഞാൻ ശ്രദ്ധിച്ചില്ല ആരുടെയും ബൈബിൾ ഉണ്ടോ എന്ന്. Sometimes it's really heavy for people to carry. ജെഫിനെ സോറി കേട്ടോ. It's really heavy for people to carry a Bible along with them. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ കേട്ടൊരു കാര്യം. So a person came to a church and he was sitting there. He's kind of like a pastor, associate or something. He's a pastor. And so he was carrying a Bible along with him, and the pastor gave him a moment to share a few verses. And he took the phone, the holy phone, and went to the stage, and he left the Bible there. And പുള്ളി ഇങ്ങനെ നിന്നിട്ട് വേണം, പക്ഷേ നമുക്ക് ഇതല്ല ഹോളി ഫോൺ. ഇത് ഹോളി ഫോണ് അല്ല. നമ്മൾ റീൽസൊക്കെ ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ ഇങ്ങനെ ബൈബിളിൻ്റെ ബൈബിൾ ആപ്പ് ഈസ് സ്റ്റിൽ ദെയർ. ബട്ട് വി ഹാവ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ എന്താ പുതിയ പേര്, ഐ ഡോണ്ട് നോ, ഞാൻ ഇച്ചിരി ഓൾഡ് ആയിപ്പോയെന്ന് തോന്നുന്നു. സോ വി ഹാവ് ലോട്ട് ഓഫ് അതർ, മറ്റേ മഞ്ഞ സാധനം ഉണ്ടല്ലോ, മറ്റേ ഭൂതം പോലത്തെ സാധനം, സ്നാപ്ചാറ്റ്, പുതിയ ഒക്കെ സാധനമൊക്കെ വരുന്നുണ്ട്, റൈറ്റ്? ബട്ട് along with that, ബൈബിൾ ഈസ് ദെയർ. ഇതുപോലെയാണ് പലരുടെയും വിശുദ്ധ ജീവിതവും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ബൈബിൾ ക്യാരി ചെയ്യുന്നതിനെക്കാട്ടിലും പാടാണ് അവരൊരു ക്രിസ്ത്യാനിയാണ് പറയുന്നത്. It's really hard for people to say that I'm a Christian. If you're not professing your faith, you're not carrying that jar with you. If people have to dig deep into you to make you say that you're a Christian, you're not a Christian. നമ്മൾ നാട്ടിലെവിടെ, റാന്നിയിലെവിടെ, ഇന്നടത്ത് ഇന്ന വീട്ടിൽ, ഓക്കെ, അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ചിലപ്പം അയലത്തുകാരായിരിക്കും നിൽക്കുന്നത്. അതുപോലെയാണ് ഏത് ചർച്ചിലാണ്, നാട്ടിലെവിടെ അതുപോലെയാണ്. മോനെ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞാൻ ചർച്ചിലൊന്നും പോകുന്നൊന്നുമില്ല. I'm not going to any churches.
അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പണ്ടത്തെ കാലത്ത് പറഞ്ഞ 18 വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവുമായിട്ട് ബന്ധമൊന്നും ഇല്ല. You're not carrying the burden of the cross with you. Hallelujah. Your jar is empty. No, you're not carrying a jar with you. You're just having a small amount of oil in your hand, and you will not survive the night if you're not professing your faith before your friends and your family. Hallelujah. രഹസ്യ ക്രിസ്ത്യാനിയൊക്കെ ആകാം, ഓക്കെ. But when you get a chance to profess your faith before your friends, we must profess the faith that God has called you to. ദൈവം നമ്മെ വിളിച്ച ആ വിശ്വാസത്തിന്റെ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറയുവാനുള്ള ബോധ്യം, ധൈര്യം നമുക്കുണ്ടാകണം. If you're not doing that, if you're not carrying that jar with us, hallelujah. And sometimes people think that it's really hard to follow the scriptures. കർത്താവ് കണ്ണ് ചൂഴ്ന്ന് കളയണം, കാല് വെട്ടിക്കളയണം, കൈ വെട്ടിക്കളയണം. It's really hard for people to follow this scripture because they want to conform themselves to the patterns of this world. For them, the scripture is a burden on them. Hallelujah. His yoke is easy and his burden is light. അവൻ്റെ നുകം ലഘുവും അവൻ്റെ ചുമട് വളരെ നിസാരത്വം ഉള്ളതാണ്. If you have a personal life with him, if you are not having a personal encounter and life with him, it seems heavy for you to follow the scriptures. Hallelujah. And these people, they had no oil to survive till the entire night. Hallelujah. And ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. If you're not carrying this oil with you, if you're not carrying this jar with you, you are pretending to be a Christian. You are fake. I am fake if I am not carrying this profession of faith along with in the place where I was placed by God. ദൈവം നമ്മെ ആക്കിയ ആ സാഹചര്യത്തിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേക്കാണ്, ഫേക്ക് ക്രിസ്ത്യൻസ് ആണ്. സോ ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, I don't want to be a fake Christian. I want to be used by you completely. Hallelujah. And A.W. Tozer പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, a lamp can be lit but not sustained without oil. Many have a spark but without oil the flame will die out. തിമോഥെയോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൈവപ്പിനാൽ ലഭിച്ച ശുശ്രൂഷയെ ഫാൻ ഇൻറ്റു ഫ്ലെയിംസ്, അതിനെ ജ്വലിപ്പിക്കണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഫാൻ ഇൻറ്റു ഫ്ലെയിംസ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ഇൻ യുവർ ലൈഫ്. വി ആർ സ്റ്റിൽ ഹാവിങ് ദ ഇനിഷ്യൽ സ്പാർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. No. God needs us to fan into flames the spiritual gifts that God has given in our lives. We can blame our situations. We can blame our circumstances. We can blame our friends for not flaming our gifts for him. But you are responsible for that. Not your friends, not your circumstances, or not the culture of this world. It's just you, because he trusted you when he gave that particular spiritual gift in my spiritual life. നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ എന്നാണ് നമ്മൾ നമ്മെ തന്നെ ഒന്ന് കുറ്റം വിധിക്കുന്നത്? കർത്തൃമേശ എടുക്കുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവനവൻ ശോധന ചെയ്തിട്ട് വേണം തിരുമേശയിലോട്ട് വരാൻ വേണ്ടിയായിട്ട്. It's easy for us to blame others. It's easy for us to point fingers to others. But we must point this finger to ourselves before we point this finger to other people. Hallelujah. Hallelujah. So holiness is personal. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് പേഴ്സണൽ ആണ്. We can't rely on your parents' holiness. We can't rely on our pastors' holiness. We can't rely on any other people's holiness, because God called you out personally to stand for him in this
ജനറേഷൻ. നിങ്ങൾ ഒറ്റയ്ക്കാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്കാണ് വിളിച്ചതെന്നല്ല, ഒറ്റയ്ക്കാണ് വിളിച്ചത്, ആ ഒറ്റയ്ക്ക് തന്നെ നിങ്ങളുടെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യം ആണ്. ഹല്ലേലൂയ. വേഴ്സ് 5 വരുമ്പോൾ, while the bridegroom tarried, they all slumbered and slept. They all, even the wise virgins, they slumbered and slept. Sometimes we go through a season where we feel not to pray. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, നമുക്ക് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ആൻഡ് സ്പിരിച്വലി നമ്മൾ ഡൗൺ ആയി പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബട്ട് വി മസ്റ്റ് കം ബാക്ക് ടു ഹിസ് പ്രസൻസ്. കർത്താവേ, വീഴ്ച വന്നുപോയി കർത്താവേ, ഐ എം കമ്മിങ് ബാക്ക് ടു യുവർ പ്രസൻസ്. I want to be filled again by your presence, by your spirit, to lead a victorious Christian life. I'm just trying to go little more faster than before. And verse 6-8, it says the midnight cry, and it represents the suddenness and unexpectedness of Christ's return. And they waited for this particular moment, and they were about to miss that moment. മനസ്സിലാകുന്നുണ്ടോ? ഇവര് ആ അർദ്ധരാത്രിയിൽ ഈ കാഹളനാദം വിളിക്കുകയാണ്. പക്ഷെ 5 പേർക്ക് പോകാൻ പറ്റുന്നുണ്ട്, 5 പേർക്ക് പോകാൻ പറ്റാകുമ്പോൾ അവിടെ ഒരു they are having a conversation right there. And 8, and the foolish said unto the wise, give us of your oil, for our lamps are gone out. പൊക്കോണ്ടിരിക്കുക എന്നല്ല പറഞ്ഞത്, gone out. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും, ചില ആൾക്കാർക്ക് ഇത് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ക്രിസ്ത്യാനിയാന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. സോ വി നോ അബൌട്ട് the parable of the prodigal son. I don't want to call that a prodigal son. I want to call that passage as the parable of father's love. അതിനകത്ത് when he had the deepest situation in his life, he remembered the life that he had in his father's house. മനസ്സിലാവുന്നുണ്ടോ? ഈ അണഞ്ഞു കഴിയുമ്പോഴല്ല നമ്മൾ ഊതി കത്തിക്കാൻ വേണ്ടി വരേണ്ടത്. നമ്മുടെ നാട്ടിലെ ഈ വിളക്കൊക്കെ കത്തിക്കുന്ന തന്നെ തീരാറാകുമ്പം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലായിരിക്കും അല്ലേ? അത് പുകയാൻ തക്കണം അല്ലേ? പുകയ മീൻസ് സ്മോക്ക് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഔട്ട്. സോ ദാറ്റ് വിൽ മേക്ക് പീപ്പിൾ ടു സഫക്കേറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ മനസ്സിലാവുന്നു വിചാരിക്കുകയാണ്. If you are not burning yourself, and if you are trying to add oil from others, you will become as a burden for others as well. ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിക്കാണ്, but I'm saying this. God wants you to be filled by the Holy Spirit. God wants you to be filled by the oil, and you have to be prepared every day of your Christian life. And the funny part is that, but the wise answered, not so, lest there be not enough for us and you, but go ye rather to them that sell and buy for yourself. മറ്റൊരു ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ കുറച്ച് പേര്, there are sellers there, you go and talk to them and they may help you to get new oil. ഞാൻ ആഴ്ചയിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു ഞാൻ, പക്ഷേ ഞാൻ അവിടെ അധികം പറയുന്നില്ല. The church has a role in preparing each other to meet Christ. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ശരിയാണ്. എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, എഡ്വിനെ വിളിച്ചു വേർതിരിച്ചു, ബെഫിൻ ബ്രദറിനെ വിളിച്ചു വേർതിരിച്ചു, and God has called Joshua as well. Everyone is individual, but as a church, as a community, we are edifying each other to grow daily in Christian maturity. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്ന ഒരു വാക്യം സദൃശ്യത്തിൽ, iron sharpens iron. Just as that, we must encourage and edify our brothers in this church. Hallelujah. And believers must understand and keep in mind that Christ is the source of the nourishment. എഫെസ്യ ലേഖനത്തിലെ വാക്യം വായിച്ചായിരുന്നു. എന്താണ്? അവൻ വചനത്താലും ജലത്താലും, അല്ലെ 5:29, സോറി, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. ഞാൻ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ദിസ് നറിഷ്മെന്റ്. ആൻഡ് പാസ്റ്റർ, എൽഡേഴ്സ് ആൻഡ് ദ ചർച്ച്
must never replace this nourishment. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കുന്ന ഉടനെ കർത്താവിന് പകരം ഞാനല്ല നിങ്ങളെ നറിഷ് ചെയ്യുന്നത്. ഐ എം നോട്ട് നറിഷിങ് യു. ഐ എം ബിക്കമിങ് ആസ് എ ചാനൽ in his presence to give the nourishment that God has given when I was praying for the church. In the present world, in the modern world, we are seeing people, pastors and elders exalting themselves as the source of nourishment, and they are deceiving the bride of Christ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ വഞ്ചിച്ച് കളയുന്ന പാസ്റ്റർമാരും എൽഡേഴ്സും ഒക്കെ വർദ്ധിച്ചു വരുന്ന സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. When you get time, just go home and read Ephesians chapter 4 verse 11 through 16, and it speaks about the role of elders or pastors in edifying the church. I'm not going to read that thing. And Christ nourishes us. നമ്മൾ ആൾക്കാരുടെ പുറകെ പോകരുത്. നല്ല പ്രസംഗമൊക്കെ കേൾക്കുമായിരിക്കും, പക്ഷേ they are not the role models. Christ is the role model where you can follow him every day. Because if your role model falls down, പിന്നെ അവിടെ ക്രിസ്തീയ ജീവിതം എങ്ങോട്ടാ പോകുന്നത്? എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. Never look to a person, never look to a pastor, never look to an elder. They are just a channel for the nourishment, and you must look to Christ and Christ alone. നാളെ ഞാൻ പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കല്ലെറിഞ്ഞോണം. ഏതെങ്കിലും പാസ്റ്റർ പറയാണ്, എന്നോട് പ്രത്യേക ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായി, എന്നെ ഈ സീസണിൽ എന്നെ യേശുവിൻ്റെ പ്രതിപുരുഷനായിട്ട് നിർത്തിയേക്കുക, അല്ലെങ്കിൽ യേശുവായിട്ട് നിർത്തിയേക്കുക, പറഞ്ഞാൽ കല്ലെറിഞ്ഞോണം. Or just flee from that church. Never replace the source of wisdom and discernment. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ നാം as a bride waiting, we must wait with wisdom and discernment. Hallelujah. And the elders and the pastors, they equip the saints for ministry. I don't want to go through all those passages. And never go after the people. Hallelujah. നമുക്ക് എൽഡേഴ്സിനോടും പാസ്റ്റേഴ്സിനോടും ഒക്കെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, one of my friends, I think he was here before, Danny. So he moved to Alberta, and so as he landed there, he started getting a lot of calls on his phone. So he was getting like at least like 4 calls from different pastors. And later he came to understand that അവിടെ ഒരു വാക്കുണ്ട്, I'm just adding a verse, മീൻകറി സുവിശേഷം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മീൻകറി സുവിശേഷം. അപ്പം ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ പാസ്റ്റർ കുടുംബമായിട്ട് they will go to the airport to pick up the person, and they are carrying a മീൻകറി with them. You know what is മീൻകറി, right? Okay, മീൻകറി with them. ആൻഡ് മോനെ നാട്ടിൽ നിന്നൊക്കെ മിസ് ചെയ്ത് വരുന്നതല്ലേ, മോനെ മീൻകറി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും. ആൻഡ് ദാറ്റ് സ്റ്റാർട്ട്സ് എ കമ്മിറ്റ്മെന്റ് വിത്ത് ദാറ്റ് particular person, and they will start giving you offers. They start giving you, they are extending your well, it's all necessary, it's all essential, it's all necessary. But if that pastor, if that church is not preaching the true word of God, your commitment has no value for you to stay in that church. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മീൻകറി കിട്ടിയത് കൊണ്ട് മാത്രം ചർച്ച നടക്കുന്ന എല്ലാ അബദ്ധ ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. Because that commitment can lose, that spoil your relationship with God. Your life with God, your spiritual life with God is much more important than your commitment to a particular pastor. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഞാൻ നാളെ ഒരു ഉപദേശപരമായിട്ടുള്ള മിസ്റ്റേക്ക് നാളെ പ്രസംഗിക്കുകയാണെന്നുണ്ട്. If I am preaching something false, if I preach something false, you have no commitment to me. You can correct me. You can say that, Pastor, what you said is wrong.
And if I'm continuing in that particular thing again and again and again, you have the freedom to leave this church as well. You don't have any commitment to me or this church. Your commitment with God. നമ്മൾ മനുഷ്യരുടെ ആ ചങ്ങലയ്ക്കകത്ത് പെട്ടുപോകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി സമയം എക്സ്ട്രാ എടുക്കുകയാണ്. Don't yoke yourself to a person, to a church. If they are saying false doctrines, if they are preaching heresies from the pulpit, leave the church. Because you need to have wisdom and discernment to face the Christ when he returns. മനസ്സിലാവുന്നുണ്ടോ? കാനഡയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പെട്ടുപോയി പാസ്റ്ററെ, പല ചർച്ചിലും പോയിട്ട് പെട്ടുപോയി. ആർക്കും ഒരു ബേർഡനായിട്ട് ചർച്ചിൽ വരുന്നത് തോന്നരുത്. Never say that it's a burden for me to attend that church because pastor gave me a ride, pastor gave me an accommodation, pastor gave me so and so things, pastor spent money for my bed. No, you have a commitment with God. അതായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? I know I'm saying really hard, but we must correct ourselves. We must guard our heart. We must live with wisdom and discernment. And we must carry that jar of oil till the last call. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക്? വളരെ സാവധാനത്തിലാണ് പോകുന്നത്. നമ്മൾ പാസ്റ്റേഴ്സിനെ വെച്ചിട്ട് പാസ്റ്റേഴ്സിനെ റോൾ മോഡൽ ഒരിക്കലും ആക്കരുത്. You are getting nourished by God. You are getting, they are just channels and they are replaceable as well. ഇവിടെ ആരും irreplaceable ആയിട്ട് ഇല്ല. Everyone is replaceable. Hallelujah. So you must maintain the commitment that you have with God and guard your heart till the end of the day. Verse 10 and 12 it says, and while they went to buy, the bridegroom came, and they that were ready went in with him to the marriage, and the door was shut. Afterward came also the other virgins, saying, Lord, Lord, open to us. അവര് എം ഡി ആയിട്ടുള്ള പാത്രമായിട്ട് ആയിരിക്കത്തില്ല വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? They came with oil in their lamp, right? പക്ഷെങ്കിൽ ഞാൻ രണ്ട് രീതിയിലാണ് അതിനെ ചെയ്യുക. I just thought it in different way. So first one, they missed the call, and the second one, they filled their jars or the lamp with something that is not authentic. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വാങ്ങിക്കാൻ പോയി, they received something in their hand, but I don't think what they received was authentic, because they left the source of oil and went after something to attain the eternal life. When we read Acts of the Apostles, there's a person, Simon. അപ്പോസ്തലന്മാരെ കൈയൊക്കെ വെച്ചപ്പോഴത്തേക്കിന് ആത്മാവിനെ പകരുന്നൊക്കെ കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഒരു ആഗ്രഹം. He tried to bribe to get the Holy Spirit. കാശ് കൊടുത്താൽ ചിലപ്പം തോന്നും we are filled, but when the last day comes, when he scans that oil, if it is not authentic, if you're not holding on to the right faith, if you're having a false doctrine in your lamp, if you're holding on to a wrong teaching in your heart, in your lamp, then you will not see him face to face. ഒന്നാമത്തെ കാര്യം, they lost the call, and second one, they filled their jars or their lamp with something that is not authentic. We're analyzing our lives this morning. Am I holding on to an authentic oil in my heart, or am I holding a heresy, or am I holding something different in his presence this morning? If you are having that particular, if you're not having that authentic one, we must repent in his presence. അതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ആ പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട്
ആ സത്യവചനത്തിൻ്റെ, ആ പത്യോപദേശത്തിൻ്റെ ബോധ്യത്തിലേക്ക് നാം വന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് lamp will die out before he comes. Hallelujah. And I just want to conclude my sermon with few more words. And Charles Spurgeon said, it will be a dreadful thing to say, Lord, Lord, when there is no oil in the vessel. Profession will not save us in that day. നമ്മുടെ ഹൃദയത്തിൽ കർത്താവുമായിട്ട് സ്നേഹമില്ലാതെ യെസ് ലോഡ് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. കർത്താവ് പറയും, മോനെ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. നിങ്ങൾ ആ ഡെസ്പറേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യു വെന്റ് ടു എ വെഡിങ്, യു വെർ ഇൻവൈറ്റഡ് ബട്ട് യു വെർ ലേറ്റ്. യുവർ നെയിം ഇസ് ദെയർ and the person who is right at the entrance said that, oh brother, you're supposed to come by 5. It's already 7. The wedding is over. You're not invited to just eat something. You are invited to attend that wedding sermon or service. എത്ര ഡെസ്പറേഷൻ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ. നമുക്ക് ചിലപ്പോൾ എക്സ്ക്യൂസസ് കാണുമായിരിക്കും. 401 ട്രാഫിക് ആയിരുന്നു, I had like a big pile on 401, and when I tried to take 407, there was an accident right there. We have millions of excuses, but that won't matter when he returns. Hallelujah. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. And verse 13 it says, watch therefore, for ye know neither the day nor the hour wherein the Son of Man cometh. ആളയാൾ നാളും നാഴികയും അറിയാതിരിക്കുന്നതുകൊണ്ട് ഉണർന്ന് ഇരിപ്പിൻ. ഹല്ലേലൂയ. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. And we must love just as Christ loved us. And that must enable us to fill the lamp daily. ദൈവത്തോടുള്ള സ്നേഹമില്ലെന്നുണ്ടെങ്കിൽ ഈ ലാമ്പ് ഫിൽ ആവത്തില്ല. If you're not praying, if you're not preaching, if you're not spending time with the word of God, your lamp, our lamp, I'm including myself, our lamp will dry out before he returns. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ജസ്റ്റ് സ്പെക്കുലേഷനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സറണ്ടറിങ് ഉണ്ടാകണം. We must surrender our hearts completely in his presence this morning, and we must be filled by the Holy Spirit, and we must fill ourselves completely for the last day. എനിക്ക് അടുത്ത നിമിഷം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നാളെ എനിക്ക് ജീവൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ I just want to say this, ഇവിടെ ഇരിക്കുന്ന ആരും ആ കോൾ നഷ്ടമാകരുത്. I don't want anyone sitting in here to lose that final call. I want to see you, everyone, face to face when he returns. Hallelujah. ഇനി അധികകാലമൊന്നും ഇല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയം ഇതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്കാൻ നീ ശൂലേമിയാള്. It's really hard for me to translate that particular song. That's why it's not time for us to buy things for this world, houses, cars, or anything. But we must prepare ourselves and to cut everything that holds us back to this world. നമ്മളെ ലോകത്തോട് ചേർത്ത് നിർത്തുന്ന എല്ലാത്തിലൂടെ നോ പറഞ്ഞിട്ട്, ശരിയാണ്, ആ രീതിയിലേക്ക് നോക്കുന്ന ഉടനെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് ശരിക്കും പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ഇഫ് he is by your side, if you have that perfect love with him, if you are having the love just as he loved, all these things can be counted as nothing. Don't scoop up the garbage of this world. Don't scoop up the garbage of this world to fill your lamp. ഈ ലാമ്പിന് കത്തിക്കാൻ വേണ്ടി you need oil. You can't burn garbage in this lamp. We must clean, we must have holiness, we must cleanse our heart daily. And because he is at hand. കർത്താവിന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് മടങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങളെ, കെസിയ, I want to see you there. You must submit yourself.
You must accept Jesus Christ as your personal Savior, because there's no much time left. And as you accept Christ as your personal Savior, He will dwell in your heart. Hallelujah. And He will transform you daily. Hallelujah. As you're reading the scriptures every day, He will fill His love, and that will transform your heart to love Him back just as He loved you. മോളെ, കർത്താവിൻ്റെ ആ കൽപ്പന നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ആരും നഷ്ടമായി പോകരുതെന്ന ആഗ്രഹത്തിൽ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. When He returns, everyone should be there. I don't want anyone to miss that. I'm just saying that thing again and again. ഹല്ലേലൂയ. ആ രണ്ടാമത്തെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട്, കർത്താവേ, എൻ്റെ കർത്താവേ, ആ ലാമ്പിനെ ഒന്ന് ഫില്ല് ചെയ്യണം കർത്താവേ. Give me oil in my lamp. Keep me burning. Keep me burning till the end of the day. നമ്മൾ സ്കൂളിലൊക്കെ പാടുന്നൊരു ഗാനമാണ്. പക്ഷെ ആ ഗാനത്തിൻ്റെ it has a deeper meaning. If you're not shining His light, we are not Christians. If we are not living as Christians, then we won't see Him face to face. Hallelujah. I'm just concluding my sermon right there. When He returns, I'll be there. Who all are sitting in here have that confidence this morning? ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാനും അവൻ്റെ മടങ്ങി വരവിൽ കാണുമെന്നുള്ള പ്രത്യാശയാൽ നാം നിറയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. I'm just encouraging you to have that confidence as you walk out from this building this morning. Hallelujah. ഇതൊരു നിങ്ങളൊരു ഇമോഷണൽ ഹൈപ്പിലേക്കൊന്നും കൊണ്ടുപോവുകയല്ല, പക്ഷേ നിത്യത നഷ്ടമാകരുത്. നിത്യത നഷ്ടമാകരുത്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ ക്യാരി ചെയ്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നിത്യത നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാര്യമില്ലാത്ത ഉപ്പ് പോലെ ആയി പോകുന്നതൊക്കെ ഇടയാക്കി. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളിലേക്ക് shall we close our eyes in praise?